നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. അടുത്തു പറയാൻ പോകുന്ന ആൺകുട്ടി സർണേഷ് എന്നാണ് ആ കുട്ടിയുടെ പേര്. പൂയം നക്ഷത്രം. അദ്ദേഹത്തിൻ്റെ വയസ്സ് വന്നിട്ട് 30 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. സിസ്റ്റം സെക്യൂരിറ്റി എൻജിനീയറായിട്ട് ഒറാക്കിൾ എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ വന്നിട്ട് BE AMC എൻജിനീയറിംഗ് കോളേജ്, ബാംഗ്ലൂർ എന്നാണ്. ഹൈറ്റ് വന്നിട്ട് 6 അടി 70 kg വെയ്റ്റ്. അച്ഛൻ കോൾ ഇന്ത്യ ലിമിറ്റഡിൽ, അതായത് സെൻട്രൽ പബ്ലിക് സെക്ടർ യൂണിറ്റ് ആയിരുന്നു, ജാർഖണ്ഡിൽ. അവിടെ ആയിരുന്നു അച്ഛൻ. ഇപ്പോൾ റിട്ടയർഡായിട്ട് പാലക്കാട് സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. അമ്മ ഹൗസ് വൈഫാണ്. അവർ പാലക്കാടുണ്ട്. ഒരു സിസ്റ്ററാണ്. സിസ്റ്ററിൻ്റെ മാരേജ് കഴിഞ്ഞിരിക്കുന്നു. അവർ വെൽ സെറ്റിൽഡാണ് സിസ്റ്റർ. അപ്പോൾ പാലക്കാട് സ്വദേശികളാണ്. ഞാൻ ഒരിക്കൽ കൂടി സർണേഷിനെ കുറിച്ച് പറയാം. പൂയം നക്ഷത്രം, 6 അടി 70 kg വെയ്റ്റ്, BE AMC എൻജിനീയറിംഗ് കോളേജ്, ബാംഗ്ലൂർ. സിസ്റ്റം സെക്യൂരിറ്റി എൻജിനീയറായിട്ട് ഒറാക്കിൾ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. ബാംഗ്ലൂരിലാണ് ലൊക്കേഷൻ. അച്ഛൻ വന്നിട്ട് കോൾ ഇന്ത്യ ലിമിറ്റഡിൽ ഉദ്യോഗസ്ഥനായിരുന്നു. സെൻട്രൽ പബ്ലിക് സെക്ടർ യൂണിറ്റ് ആയിരുന്നു കോൾ ഇന്ത്യ ലിമിറ്റഡ്, അറിയാലോ എല്ലാവർക്കും. അമ്മ വന്നിട്ട് ഹൗസ് വൈഫാണ്. രണ്ടുപേരും ഇപ്പോൾ പാലക്കാട് സെറ്റിൽഡാണ്. ഒരു സിസ്റ്ററിൻ്റെ മാരേജ് കഴിഞ്ഞിരിക്കുന്നു. ഒരു സിസ്റ്ററാണ് ഉള്ളത്. ആ കുട്ടിയുടെ മാരേജ് കഴിഞ്ഞ് ബാംഗ്ലൂർ സെറ്റിൽഡാണ്. അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയലിൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ റിന്യൂ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. ഞാൻ ഈ കുട്ടിയുടെ ഡീറ്റെയിലുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. എല്ലാ വീഡിയോകളിലും പറയുന്ന അതേ കാര്യം വീണ്ടും ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. കഴിയാവുന്നത്ര 2025 വിവാഹം നടക്കണം അല്ലെങ്കിൽ നടത്തണം എന്നൊരു തീരുമാനം അച്ഛനും മക്കളും കൂടെ എടുക്കുക. അച്ഛനും മക്കളും എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വീട്, എൻ്റയർ ഫാമിലി, അമ്മയും അച്ഛനും കുട്ടികൾ, ആരൊക്കെയാണോ ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടെ ഒരു തീരുമാനമെടുക്കുക. 2025 നമുക്ക് കല്യാണം നടത്തണം. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ഇതൊരു കമ്പൈൻഡ് എഫേർട്ടാണ്. ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ, ചില വീടുകളിലുണ്ട് ഞാൻ വിചാരിച്ചാൽ മാത്രമേ കാര്യം നടക്കുള്ളൂ. അമ്മ പറയും അമ്മ വിചാരിച്ചാൽ മാത്രമേ കാര്യം നടക്കുള്ളൂ. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. ചിലപ്പോൾ മക്കളായിരിക്കും വിചാരിക്കുക. ചിലപ്പോൾ വിവാഹം കഴിഞ്ഞു പോയ കുട്ടികൾ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. ഇപ്പോൾ ആർക്കാണോ വിവാഹം നോക്കുന്നത് വെച്ചാൽ ആ കുട്ടിക്ക് തന്നെ നിങ്ങളെ സഹായിക്കാൻ പറ്റും. ചിലപ്പോൾ അവരുടെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന നല്ല നായർ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കേസൊക്കെ നോക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറയുന്നത് കല്യാണം കഴിഞ്ഞോട്ടോ എന്ന് പറഞ്ഞ് ഏതോ സിനിമയിൽ ശ്രീനിവാസൻ നെടുമുടി വേണുവിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്, അച്ഛാ എൻ്റെ കല്യാണം കഴിഞ്ഞു. അതുപോലെയല്ല ഞാൻ ഉദ്ദേശിച്ച്. നിങ്ങൾ താല്പര്യമുള്ള കുട്ടികളുടെ ഡീറ്റെയിൽസ് അച്ഛനമ്മമാർക്ക് കൊടുക്കുക. അച്ഛനമ്മമാരത് നോക്കി നിങ്ങളോട് യോജിച്ചതാണോ എന്നൊക്കെ അവർ നോക്കി നിങ്ങൾ തന്നെ ഒരു തീരുമാനമെടുത്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലാതെ അച്ഛനും അമ്മയും മാത്രം വിചാരിച്ചാലേ കാര്യം നടക്കുള്ളൂ എന്ന് വിചാരിച്ചിരിക്കരുത്. 25 വയസ്സുകാരനും 35 വയസ്സുകാരനും 45 വയസ്സുകാരനും ഏത് വയസ്സായിക്കോട്ടെ, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർക്കെല്ലാവർക്കും ഇതിൽ റോളുണ്ട്. അച്ഛൻ്റെ അമ്മയുടെ ഉത്തരവാദിത്തം മാത്രമായിട്ട് കാണേണ്ട കാര്യമില്ല. അച്ഛനും അമ്മയ്ക്ക് നിങ്ങളെ ധാരാളം സപ്പോർട്ട് ചെയ്യണമെന്നുണ്ട്. എത്രയും പെട്ടെന്ന് വിവാഹം നടക്കണമെന്നുണ്ട് അവർക്ക്. പക്ഷേ
ചില കാരണങ്ങൾ കൊണ്ട് അത് നടക്കാതെ പോവുകയാണ്. ആ നടക്കാത്തതിൻ്റെ ചില കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഉള്ള നമ്മളുടെ ഭാഗത്ത് പറ്റുന്ന തെറ്റുകൾ തന്നെയാണ്. അതിൽ യാതൊരു തർക്കവും ആർക്കും വേണ്ട. അതിലത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, കുട്ടികൾക്ക് എന്താണോ ആവശ്യം അല്ലെങ്കിൽ കുട്ടികൾ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് എന്ന് അച്ഛനമ്മമാർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അച്ഛനമ്മമാർക്ക് പ്രൊഫൈൽ ഇഷ്ടാവും, ഇത് മക്കൾക്ക് അയച്ചു കൊടുക്കും. ഒരാഴ്ച കഴിയും, 2 ആഴ്ച കഴിയും, യാതൊരു റിപ്ലൈയും കിട്ടില്ല, ആകെ മടുക്കും. അവസാനം അമ്മ കരയിലും പിഴിയിലൊക്കെ ആവും. ഇതൊക്കെയാണ് നോർമലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട പ്രൊഫൈലാവില്ല. പിന്നെ അവരെന്ത് റിപ്ലൈ കൊടുക്കുന്നത്? ദിവസേന എന്നുള്ള നിലയ്ക്ക് നിങ്ങളിങ്ങനെ അയച്ചു കൊടുക്കും. ഞാനിങ്ങനെ ദിവസേന അയച്ചു തരുന്നുണ്ട്, ഇതെല്ലാം എടുത്തിട്ട് ആ കുട്ടിക്ക് അയച്ചു കൊടുക്കും. ആ കുട്ടി ഒന്നും റിപ്ലൈ തരില്ല. അവസാനം നമ്മളാകെ ഒരു വിഷമത്തിലാവും. അപ്പോൾ അങ്ങനെയൊന്നല്ല വേണ്ടത്. കൃത്യമായിട്ട് എന്താണ് മക്കൾക്ക് ആവശ്യം, എന്തൊക്കെയാണ് അവരുടെ റിക്വയർമെൻ്റ് എന്നൊക്കെ ഉള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ഇല്ലെങ്കിൽ മറ്റുള്ള രക്ഷിതാക്കളുമായിട്ട് വെറുതെ വർത്തമാനം പറഞ്ഞ് നിങ്ങളെ അവർ അയ്യോ ഇവരെന്താ ഒരു റിപ്ലൈ തരുന്നില്ലല്ലോ, ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത കൂട്ടത്തിലാണല്ലോ എന്നൊക്കെ അവർക്ക് തോന്നും. അപ്പോൾ മക്കളുമായിട്ട് നന്നായിട്ട് സംസാരിക്കുക. അവരുടെ കാര്യങ്ങൾ ഏകദേശമൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതെന്നെ നോക്കുവാൻ ശ്രമിക്കുക. അത് നോക്കിയിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക. ഒരു 10 എണ്ണം അയക്കുമ്പോൾ ചിലപ്പോൾ ഒന്നിനായിരിക്കും റിപ്ലൈ കിട്ടുള്ളൂ പ്രോപ്പറായിട്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട്. അച്ഛനമ്മമാരെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ കൂടെ മുന്നോട്ട് പോകൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാനും ഇതെല്ലാം ഫേസ് ചെയ്തിട്ടുള്ളവനാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ രംഗത്തേക്ക് വന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് പൂർണ്ണമായിട്ടും ആ ഹെൽപ്പുകളൊക്കെ ഉണ്ടാവും. ആദ്യം ഞാൻ പറയാം, ജാതകത്തിനെ പറ്റി കൂടുതൽ പഠിക്കാതിരിക്കുക. ഈ കല്യാണം